കോൺഗ്രസിനകത്ത് കുറേ കാലമായി ഒരു പുതിയ സ്കൂൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ക്രൈം സിൻഡിക്കേറ്റ് എന്ന് അന്ന് ഒരിക്കൽ പേരിട്ട് വിളിച്ചത്. കേരളത്തിൽ യൂത്ത് കോൺഗ്രസിനകത്ത് ഒരു പുതിയ ഒരു സ്കൂൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് കോൺഗ്രസിനെ തകർക്കും. അത് കോൺഗ്രസ് ആലോചിച്ചോട്ടെ. കേരളീയ സമൂഹത്തിനത് ഭൂഷണമല്ല. ആ സ്കൂളിലെ ഒരു ക്ലാസ് ലീഡറോ മറ്റോ മാത്രമായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഈ പേര് പരാമർശിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ. സിമ്പിളായ ഉത്തരം പറഞ്ഞാൽ മതി. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കേരളം ഞെട്ടിയ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ പുറത്താക്കി എന്നവർ പറയുന്നു. ആര് പുറത്താക്കിയെന്ന്, എവിടെ പുറത്താക്കിയെന്ന്, എന്തിനു പുറത്താക്കിയെന്ന്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ഞാൻ വേറെ ആരെയും പറയുന്നില്ല. അവിടുത്തെ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് നേതാവ് അയാളുടെ ജയിലിൽ പോയി സ്വീകരിച്ചതിനെയൊന്നുമല്ല ഞാൻ ലളിതവൽക്കരിക്കുന്നില്ല. ശ്രീ അടൂർ പ്രകാശ് UDFിൻ്റെ കൺവീനറല്ലേ? പരസ്യമായിട്ടല്ല എന്നെ ന്യായീകരിച്ചേ. ഇരകളെ ആക്രമിച്ച് എത്രയോ പേരുണ്ടായിരുന്നു. അവരോടുള്ള കോൺഗ്രസിൻ്റെ സമീപനം എന്താ? പോട്ടെ, നിങ്ങളീ പറഞ്ഞല്ലോ ഷാഫി പറമ്പിൽ, ഈ നിമിഷം വരെ അദ്ദേഹത്തെ ഈ പറയുന്നയാളെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല? കേരളത്തിൽ യൂത്ത് കോൺഗ്രസിനകത്ത് ഒരു പുതിയ ഒരു സ്കൂൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് കോൺഗ്രസിനെ തകർക്കും. അത് കോൺഗ്രസ് ആലോചിച്ചോട്ടെ. കേരളീയ സമൂഹത്തിനത് ഭൂഷണമല്ല. ആ സ്കൂളിലെ ഒരു ക്ലാസ് ലീഡറോ മറ്റോ മാത്രമായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഈ പേര് പരാമർശിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇത് ഞങ്ങൾ വളരെ ശക്തമായി, നിങ്ങൾ പറഞ്ഞല്ലോ തുറന്നു തീർക്കുന്നു എന്ന്, ഞങ്ങളത് പറയുമ്പോൾ, ഇത് ശക്തമായി പറയുമ്പോൾ ഇവരുടെ മുഴുവൻ ഈ പറയുന്ന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സന്നാഹങ്ങളുടെയും ആക്രമണങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന നല്ല ധാരണ തന്നെയാണ് പറയുന്നത്. നല്ല ധാരണ തന്നെ പറയണേ. ഇതൊന്നും ഇങ്ങനെയൊക്കെ ഇവരെക്കുറിച്ച് പറയാൻ പൊതുസമൂഹവും നിങ്ങൾ മാധ്യമങ്ങൾ പോലും പറയാൻ മടിച്ചു നിന്ന സന്ദർഭത്തിൽ അത് തുറന്നു പറയാൻ ഞങ്ങൾക്ക് ഒരു മടിയുണ്ടായിരുന്നില്ല. അത് ഞങ്ങളുടെ കൺവിക്ഷനാണ്, ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്. ഈ പറയുന്നത് ശരിയാണെന്നുള്ള ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പറയുന്നു. കോൺഗ്രസിനകത്ത് കുറേ കാലമായി ഒരു പുതിയ സ്കൂൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ക്രൈം സിൻഡിക്കേറ്റ് എന്ന് അന്ന് ഒരിക്കൽ പേരിട്ട് വിളിച്ചത്. അതൊരു രാഷ്ട്രീയ അധോലോകമാണ്. അത് ഉയർന്നു വന്നിട്ടുണ്ട്. അത് പറയട്ടെ, അതിൽ പണമുണ്ട്. കേരളത്തിൻ്റെ പൊതു നന്മകൾക്കു ചേരാത്ത എല്ലാ പ്രവർത്തനങ്ങളുമുണ്ട്. അതിന് മൊറാലിറ്റി, എത്തിക്സ് എന്നതിന് 0 വിലയാണ്. ഇതൊന്നുമില്ല. ആരെയും ആക്രമിക്കും, ആരെയും തകർക്കും. അത് കൂടെയുള്ളവരായാലും ശരി, എതിരായാലും ശരി. എത്തിക്സ് ഇല്ല. എന്തു മോശപ്പെട്ട പ്രവണതകൾ ഉപയോഗിക്കും. പിന്നെ ഇതിനെല്ലാം ഡ്രൈവ് ചെയ്യുന്ന പണം എവിടെ നിന്നാണ് പണം? അനധികൃതമായ കള്ളപ്പണത്തിൻ്റെ വലിയ കടന്നുവരവ്. ഇതെല്ലാം ചേരുന്ന ഒരു രാഷ്ട്രീയ അധോലോകം കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. ആ അധോലോകം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൂടി കിട്ടിയാൽ ഞങ്ങൾക്ക് വലിയ തോതിൽ കച്ചവടം നടത്താമെന്ന് കരുതുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ സൗത്ത് ഇന്ത്യയിലെ മറ്റു സ്ഥലത്തുമുള്ള അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ബിസിനസ് നന്നായി നടക്കുന്നുണ്ട്. ചെറുതല്ല, വലിയ പണമിടപാടുകൾ നടക്കുന്നുണ്ട്. ആ കള്ളപ്പണം മുഴുവൻ വന്നിറങ്ങുന്നത് ഇവിടെയുള്ള ഇത്തരം പ്രവണതകൾക്കും പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. കേരളത്തിനിത് നല്ലതല്ല. കേരളത്തിന് ആപൽക്കരാണ്. ആ അപകടകരമായ സാഹചര്യങ്ങളെ തുറന്നു കാണിക്കേണ്ട രാഷ്ട്രീയ ബാധ്യത DYFI എന്ന ഓർഗനൈസേഷനുണ്ട്. അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ട്. അത് നിർഭയമായി തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിലെ നേതാക്കളെ, ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെ, അവരോട് വ്യക്തിപരമായി യാതൊരു വിരോധമില്ല. ഈ പറയുന്ന ഏതെങ്കിലും ഒരാളെ കണ്ടാൽ ചിരിക്കാതിരിക്കുകയോ മിണ്ടാതിരിക്കുകയോ ചായ കുടിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷേ എക്സ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കും ഞങ്ങൾ.